ആത്മോപദേശ ശതകം ഓഡിയോ ബുക്ക് തുടരുന്നു. 27-ാം ശ്ലോകം. ഇരുളിലിരുന്നറിയുന്നതാകുമാത്മാവറിവതു താനഥ നാമരൂപമായും കരണമൊടിന്ദ്രിയ കർത്തൃകർമ്മമായും വരുവതു കാൺക മഹേന്ദ്രജാലമെല്ലാം. ഇരുളിലിരുന്ന് ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുണ്ട മറയിൽ ഒളിച്ചിരുന്ന് അറിയുന്നതാകും സുഖം അനുഭവിക്കുന്നതായ ആത്മാവ്, ഞാൻ എന്ന ജീവൻ, അറിവ്, ബോധസ്വരൂപനാണ്. അതുതന്നെ അഥ ഉണരുമ്പോൾ നാമരൂപമായും വിവിധ നാമങ്ങളും രൂപങ്ങളും കൈക്കൊണ്ട് കരണമൊട് അന്തഃകരണമായും ഇന്ദ്രിയ കർത്തൃകർമ്മമായും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, ഞാൻ എന്ന കർത്താവ്, ഇന്ദ്രിയവൃത്തികൾ എന്നിവയുമൊക്കെയായി വരുവതു കാൺക, വിവിധ രൂപം കൈക്കൊണ്ട് അനുഭവപ്പെടുന്നത് നോക്കുക. മഹേന്ദ്രജാലമെല്ലാം. ഇതൊക്കെ വലിയൊരു ഇന്ദ്രജാലമെന്നല്ലാതെ എന്തു പറയാൻ? ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുണ്ട മറയിൽ ഒളിഞ്ഞിരുന്ന് സുഖം അനുഭവിക്കുന്നതായ ഞാൻ എന്ന ജീവൻ ബോധസ്വരൂപനാണ്. അതുതന്നെ ഉണരുമ്പോൾ വിവിധ നാമങ്ങളും രൂപങ്ങളും കൈക്കൊണ്ട് അന്തഃകരണമായും ജ്ഞാനകർമ്മേന്ദ്രിയങ്ങൾ, ഞാൻ എന്ന കർത്താവ്, ഇന്ദ്രിയവൃത്തികൾ എന്നിവയുമൊക്കെയായി വിവിധ രൂപം കൈക്കൊണ്ട് അനുഭവപ്പെടുന്നത് നോക്കുക. ഇതൊക്കെ വലിയൊരു ഇന്ദ്രജാലമെന്നല്ലാതെ എന്തു പറയാൻ? മഹേന്ദ്രജാലമെല്ലാം. ഉറക്കത്തിൽ ഒരിരുട്ടു മാത്രമാണ് അവശേഷിക്കുന്നത്. ഈ ഇരുട്ടിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആത്മസത്ത സുഖം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സുഖിക്കുന്ന ആത്മാവ് തന്നെ ഉണർന്നു കഴിയുമ്പോൾ മനസ്സായും ഇന്ദ്രിയങ്ങളായും ഞാൻ എന്ന കർത്താവായും ഇന്ദ്രിയവൃത്തികളായും ഒക്കെ വേർതിരിഞ്ഞു വരുന്നു. ആലോചിച്ചാൽ ഇതിനെ ഇന്ദ്രജാലമെന്നല്ലാതെ മറ്റെന്തു പറയാനാണ്? ഉറക്കത്തിൽ ഒരിരുളും ആത്മസത്തയും അവശേഷിക്കുന്നു എന്ന് ആര് പറഞ്ഞു? അവശേഷിച്ചാൽ തന്നെ അപ്പോൾ ആത്മാവ് സുഖം അനുഭവിച്ചു എന്നതിനെന്താണ് തെളിവ്? വാസ്തവത്തിൽ ഒന്നും അറിയാത്ത അവസ്ഥയല്ലേ ഉറക്കം? ഈ സംശയങ്ങൾ ശരിയല്ല. ഉറക്കത്തിൽ ഒന്നും അറിയുന്നില്ലെന്നത് വാസ്തവം തന്നെ. പക്ഷേ ഉറങ്ങി ഉണരുന്ന ഒരാളിനോട് ചോദിച്ചാൽ അയാൾ എന്തായിരിക്കും പറയുക? ഞാൻ സുഖമായി ഉറങ്ങി എന്നല്ലേ? ഇത് കഴിഞ്ഞുപോയ ഒരു അനുഭവത്തിൻ്റെ സ്മരണയാണെന്ന് തീർച്ചയല്ലേ? ഒരാൾ അനുഭവിക്കാത്തത് ഒരിക്കലും സ്മരിക്കാൻ സാധ്യമല്ല. സ്മരണയും അനുഭവവും അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് നിയമമാണ്. അതുകൊണ്ട് ഉറക്കത്തിൽ ഞാൻ സുഖമനുഭവിച്ച് ഉണരുമ്പോൾ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉറക്കത്തിൽ ഞാൻ സുഖമനുഭവിച്ച് ഉണരുമ്പോൾ സ്മരിക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കത്തിന് മുൻപ് അനേക സങ്കല്പങ്ങളോടുകൂടി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഞാൻ തന്നെയാണ് ഉറങ്ങിയതെന്നും ആ ഞാൻ തന്നെയാണ് വീണ്ടും ഉണർന്നു വന്നിരിക്കുന്നതെന്നും സംശയമെന്നേ അനുഭവിക്കുന്നു. ഇങ്ങനെ ഉറക്കത്തിന് മുൻപും ഉറങ്ങിയപ്പോഴും വീണ്ടും ഉണർന്നപ്പോഴും ആത്മസത്തയ്ക്ക് യാതൊരു ഭേദവും ഉണ്ടാകുന്നില്ല. ഉറങ്ങാൻ പോകുന്നതിന് മുൻപുണ്ടായിരുന്ന സങ്കല്പങ്ങളും ഉണരുമ്പോൾ വീണ്ടും അതേപടി പൊന്തി വരുന്നു. ഉറക്കത്തിൽ ഈ സങ്കല്പങ്ങൾ എവിടെ പോയി? ഉറക്കത്തിൽ ഇവ ലയിച്ച് ഒരജ്ഞാനമറയുടെ രൂപത്തിൽ ആത്മാവിനെ മറച്ചിരിക്കുന്നു എന്ന് സ്പഷ്ടം. സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവയുമായി ഒക്കെ ചേർന്ന് മാറി മാറി സ്വതന്ത്രനായി പ്രവർത്തിച്ചിരുന്ന ആത്മസത്തയാണ് ഞാൻ. എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, ഞാൻ കാണുന്നു, ഞാൻ പോകുന്നു എന്നിങ്ങനെയുള്ള എല്ലാ വ്യവഹാരങ്ങളിലും സ്ഥിരഘടകങ്ങളായ സങ്കല്പങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുന്ന സ്ഥിരമായ സ്വതന്ത്ര ഘടകമാണ് ഞാൻ എന്ന് കാണാൻ പ്രയാസമില്ല. ഒരിക്കൽ കൂടി വായിക്കാം. സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും അവയുമായൊക്കെ ചേർന്ന് മാറി മാറി സ്വതന്ത്രനായി പ്രവർത്തിച്ചിരുന്ന ആത്മസത്തയാണ് ഞാൻ. എൻ്റെ വീട്, എൻ്റെ സ്വത്ത്, ഞാൻ കാണുന്നു, ഞാൻ പോകുന്നു എന്നിങ്ങനെയുള്ള എല്ലാ വ്യവഹാരങ്ങളിലും
അസ്ഥിരഘടകങ്ങളായ സങ്കല്പങ്ങളിൽ മാറി മാറി പ്രവർത്തിക്കുന്ന സ്ഥിരമായ സ്വതന്ത്ര ഘടകമാണ് ഞാൻ എന്നു കാണാൻ പ്രയാസമില്ല. സ്വതന്ത്രനായ ഞാൻ ഉള്ളതുകൊണ്ടാണ് മറ്റു സകലതും ഉള്ളതായി തീരുന്നത് തന്നെ. ചുരുക്കത്തിൽ ഞാൻ എന്ന ആത്മസത്ത സങ്കല്പങ്ങളിൽ കൂടി പ്രകാശിക്കുമ്പോഴാണ് എല്ലാ പ്രപഞ്ച അനുഭവങ്ങളും രൂപം കൊള്ളുന്നത്. സങ്കല്പങ്ങളോ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുട്ടിൻ്റെ രൂപത്തിലുള്ള ഒരു അജ്ഞാന ആവരണത്തിൽ നിന്ന് പൊന്തുന്നവയും, സങ്കല്പങ്ങളോ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ഇരുട്ടിൻ്റെ രൂപത്തിലുള്ള ഒരു അജ്ഞാന ആവരണത്തിൽ നിന്ന് പൊന്തുന്നവ. ഇത്രയും കൊണ്ട് ആത്മാവ് സ്വരൂപ വിസ്മരണമാകുന്ന അജ്ഞാന ആവരണം ധരിച്ചാണ് സകല പ്രപഞ്ച ഘടകങ്ങളെയും സൃഷ്ടിക്കുന്നതെന്ന് അനുഭവം തെളിയിക്കുന്നു. ഇത് ഇന്ദ്രജാലമല്ലാതെ മറ്റെന്താണ്? ഇവിടെ യുക്തിക്ക് ചെന്നെത്താൻ കഴിവില്ല. ഭഗവാൻ ഗീതയിൽ പറയുന്നത് നോക്കുക. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. സ്വരൂപ വിസ്മൃതി. ഭഗവത്ഗീത 5-ാം പദ്യം 5-ാം അധ്യായം 15-ാം ശ്ലോകം. അജ്ഞാനേനാവൃതം ജ്ഞാനം തേന മുഹ്യന്തി ജന്തവഃ. സ്വരൂപ വിസ്മൃതിയാകുന്ന അജ്ഞാന ആവരണം കൊണ്ട് ജ്ഞാനം മൂടപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ജീവജാലങ്ങൾ സംസാര സമുദ്രത്തിൽ മോഹമുദ്ഗരായി ഉഴലുന്നത്. ബോധസ്വരൂപനായ ആത്മാവ് സ്വതന്ത്രനാണെന്നും അജ്ഞാനവും അതിൽ നിന്നുളവാകുന്ന സങ്കല്പങ്ങളും അകറ്റപ്പെടാവുന്നവയും ആണെന്നും ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞല്ലോ. ബോധസ്വരൂപനായ ആത്മാവ് സ്വതന്ത്രനാണെന്നും അജ്ഞാനവും അതിൽ നിന്നുളവാകുന്ന സങ്കല്പങ്ങളും അകറ്റപ്പെടാവുന്നവയാണെന്നും ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞുവല്ലോ. സങ്കല്പങ്ങളെ അകറ്റി ഇതും വേദാന്തികൾ സൂര്യതുല്യം അനുഭവിച്ചറിഞ്ഞതാണ്. മനനധ്യാനങ്ങളുടെ അഭ്യാസം കൊണ്ട് പ്രജ്ഞയ്ക്ക് സങ്കല്പരഹിതമായ തുരീയാനുഭവത്തിലെത്തി അഖണ്ഡാനന്ദം അനുഭവിക്കാൻ കഴിയും. സ്വാനുഭവ രസികതയോടെ ഇക്കാര്യം ഗുരുദേവൻ പ്രതിപാദിക്കുന്നതാണ്. അടുത്ത പദ്യം ഓഡിയോ ബുക്ക് തുടരുന്നതാണ്.